നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡ് ഏറ്റെടുക്കാനുള്ള നടപടി തുടങ്ങി ഇഡി. ദില്ലിയിലെ ഹെറാൾഡ് ഹൌസ് അടക്കം 3 ഇടങ്ങളിൽ നോട്ടീസ് പതിച്ചു. കണ്ടുകിട്ടിയ 661 കോടി രൂപയുടെ സ്ഥാവര സ്വത്തുക്കളാണ് ഇഡി ഏറ്റെടുക്കുന്നത്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രതികളായ നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസിനുമേൽ ഇഡി പിടിമുറുക്കുകയാണ്. ദില്ലി ITOയിലെ ഹെറാൾഡ് ഹൌസ്, മഹാരാഷ്ട്ര ബാന്ദ്രയിലെയും UP ലക്നൌവിലെയും കെട്ടിടങ്ങളാണ് ഇഡി ഏറ്റെടുക്കുന്നത്. സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഉടമസ്ഥതയിൽ ഉള്ള യങ് ഇന്ത്യൻ ലിമിറ്റഡ് ഏറ്റെടുത്ത AJLന്റെ കൈവശമാണ് ഈ കെട്ടിടങ്ങൾ. പ്രോപ്പർട്ടി രജിസ്ട്രാർമാർക്ക് നൽകിയ ഇഡി നോട്ടീസ് പ്രകാരം കെട്ടിടങ്ങൾ ഒഴിപ്പിക്കുകയോ വാടക ഇഡിക്ക് കൈമാറുകയോ ചെയ്യണം. നാഷണൽ ഹെറാൾഡുമായി ബന്ധപ്പെട്ട് 988 കോടി രൂപയുടെ സ്വത്തുക്കൾ 2023 നവംബറിൽ ഇഡി കണ്ടുകെട്ടിയിരുന്നു. കേസിൽ രാഹുൽ ഗാന്ധിയെ 3 തവണയും സോണിയാഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവരെ ഓരോ തവണ വീതവും മുൻപ് ചോദ്യം ചെയ്തു. ജവഹർലാൽ നെഹ്റു ആരംഭിച്ച നാഷണൽ ഹെറാൾഡ് പത്രം പ്രസിദ്ധീകരിക്കുന്നത് AJL ആണ്. AJLനെ യങ് ഇന്ത്യൻ ലിമിറ്റഡ് ഏറ്റെടുത്തതിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നു എന്നാണ് ആരോപണം. BJP നേതാവ് സുബ്രഹ്മണ്യ സ്വാമിയുടെ പരാതിയെ തുടർന്ന് കോടതി നിർദ്ദേശപ്രകാരമാണ് ഇഡി നാഷണൽ ഹെറാൾഡ് കേസിൽ അന്വേഷണം ആരംഭിച്ചത്. റിപ്പോർട്ടർ, ദില്ലി.